BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ലോക കിരീടം കൈപ്പിടിയിൽ ഒതുക്കാൻ ലക്ഷ്യമിടുന്ന ബ്രസീൽ 2026 ലോകകപ്പിനായുള്ള തങ്ങളുടെ തയ്യാറെടുപ്പുകൾ അതിശക്തമായി തുടരുകയാണ്. ലോകകപ്പിന് ഇനി 4 നാളുകൾ മാത്രം ശേഷിക്കെ നടന്ന സന്നാഹ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് കാനറിപ്പട കാഴ്ചവെച്ചത്. പനാമയ്ക്കെതിരായ 6 ഗോൾ വിജയത്തിന് പിന്നാലെ ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബ്രസീൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ബ്രൂണോ ഗുയിമർസും എൻട്രിക്കുമാണ് ബ്രസീലിനായി ലക്ഷ്യം കണ്ടത്. പരിക്കേറ്റ നെയ്മറുടെ അഭാവത്തിലും മാർക്കിഞ്ഞോ, കസമേറോ, ലൂക്കോസ് പക്വേറ്റ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ബ്രസീൽ മത്സരത്തിലുടനീളം വ്യക്തമായ മേധാവിത്വം പുലർത്തി. മുഹമ്മദ് സലാ ഈജിപ്തിനായി അണിനിരന്നെങ്കിലും ബ്രസീലിന്റെ മുന്നേറ്റങ്ങളെ തടയാൻ അവർക്ക് സാധിച്ചില്ല. സന്നാഹ മത്സരങ്ങളുടെ ഭാഗമായി നടന്ന മറ്റ് മത്സരങ്ങളിൽ പോർച്ചുഗൽ, ജർമ്മനി, സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളും തങ്ങളുടെ എതിരാളികളെ പരാജയപ്പെടുത്തി വിജയത്തുടക്കം കുറിച്ചിട്ടുണ്ട്. അതേസമയം ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഹോണ്ട്രാസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന രംഗത്തെത്തി കഴിഞ്ഞു. സൂപ്പർ താരം ലയണൽ മെസ്സിയും പരിക്കിന്റെ പിടിയിലായ യുവതാരം നിക്കോ ബാസും കളത്തിൽ ഇറങ്ങാതിരുന്നിട്ടും കളം നിറഞ്ഞ് കളിച്ച അർജന്റീന വളരെ സുഖകരമായ വിജയമാണ് സ്വന്തമാക്കിയത്. ടീമിനായി ലൗട്ടറോ മാർട്ടിനസും സിമിയോണിയും ഗോളുകൾ നേടി വിജയം ഉറപ്പിച്ചു. ലയാൻഡ്രോ മാർട്ടിനസ്, ജിയോവാനി സെൽസോ, തിയാഗോ അൽമാഡ, റോഡ്രിഗോ ഡി പോൾ, ക്രിസ്ത്യാനോ റൊമാറോ, മാർക്ലിസ്റ്റിൻ എൽസോ, ഹോൺറാഡ് തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം അണിനിരന്ന ശക്തമായ നിരയാണ് അർജന്റീനയ്ക്കായി ബൂട്ട് കിട്ടിയത്. ഈ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിന് തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അർജന്റീന എതിരാളികൾക്ക് നൽകുന്നത്. ചാമ്പ്യൻ പട്ടം നിലർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള അർജന്റീനയുടെ കുതിപ്പ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.